ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് നമ്മൾ രാവിലെ കുടിക്കുന്ന ചായ ഇല്ലേ, അത് മതി നമ്മളെ ജനവാതിലും വാതിലും വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ നോമ്പ് പണീൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് 2 റൂം ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഇവിടുത്തെ ഒരുപാട് സംഭവം ഞാനിതാ വലിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇനി അതാത് സ്ഥലത്ത് സെറ്റ് ചെയ്യണം. അപ്പം നമ്മളെ നാട്ടിലൊക്കെ നനച്ചുള്ളി എന്ന് പറയും. ചില ഭാഗത്ത് എന്താ പേരെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെയുള്ള കുറേ സംഭവങ്ങൾ ഇതൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാനുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ 2 റൂമുമാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. എനിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാതെ വേറെ ഒന്നിനും പോകാൻ എനിക്ക് കഴിയില്ല. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു വെള്ളം കുടിക്കാൻ പോലും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാലേ എനിക്കൊരു ഇത് കിട്ടുള്ളൂ. ഉമ്മ അതാ താഴത്ത് നിന്ന് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ എല്ലാ പണിയും ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇതാ മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാനുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ള പരിപാടി ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. 2 റൂമും അതുപോലെ തന്നെ മുൻഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഇനി ഒരുപാട് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ചെറിയൊരു വലിവ് പോലെയൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഇന്ന് എല്ലാ പണിയെടുത്ത് ഭയങ്കര ടയേർഡായിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടയേർഡാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നതാണല്ലോ കൂർക്കം വലി, അതുപോലെ തന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ നല്ലൊരു വലിച്ചിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ക്ഷമിക്കുക. ഒരു വഴിയില്ല, നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ എന്താ പറയുക, നല്ല വലിച്ചിൽ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൻ്റെ പുതിയ അപ്ഡേഷന് നമ്മൾ പുതിയ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൻ്റെ പേര് വരുന്നത് റോസ് പെറ്റൽസ് ഓൺലൈൻ സ്റ്റോർ എന്നാണ്. അപ്പോൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അത് ടാഗ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ നെസ്മി വ്ലോഗ്സ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു പേജും ആ ഒരു ചാനലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഓഫറായിട്ടുള്ള പാർട്ടി വെയർ ഐറ്റംസ്, ഹെവി പാർട്ടി വെയർ ഒക്കെ വേറെ 1500 നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ 1200 ഉണ്ട്, 1300 ഉണ്ട്, പല റേഞ്ചിൻ്റെ അപ്ഡേഷനുണ്ട്. അപ്പം അപ്പോൾ ഈ കാണുന്നതെല്ലാം ഞാൻ ഇവിടെ ഉള്ളത് വലിച്ചിട്ടതാണ്. ഞാൻ തന്നെ വലിച്ചിട്ടാട്ടോ, വേറെ ആരും വന്നതല്ല. അപ്പം ഞാനതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ എല്ലാം വലിച്ചിട്ടതാണ്. ഞാൻ കുറേ കാലം മുന്നേ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ചെയ്ത് വെച്ച ഒരുപാട് ക്രാഫ്റ്റ് വർക്കും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോ ജനാലിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ജനവാതിലെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നല്ല പൊടി വരുമല്ലോ. അപ്പം ഞാനിതാ ഒരു കോട്ടൺ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമുക്കൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കട്ടൻ ചായ നമുക്ക് കുടിക്കുക മാത്രമല്ല. അപ്പോൾ ഇപ്പം റമദാൻ ആയപ്പോൾ എല്ലാവരും നനച്ചുകുളിൻ്റെ ടൈമായിരിക്കും. പ്രത്യേകിച്ച് ജനവാതിലും വാതിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിരിക്കും ടഫല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി ട്രിക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാൽ കട്ടൻ ചായയാണ് കേട്ടോ. നമ്മൾ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് നമ്മൾ രാവിലെ കുടിക്കുന്ന ചായ ഇല്ലേ, അത് മതി നമ്മളെ ജനവാതിലും വാതിലും വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ മാത്രമല്ല ഇതുപോലെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുറച്ച് കട്ടൻ ചായ മതി നമുക്കിതാ ഈ ഒരു ജനവാതിലും വാതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം എനിക്ക് നല്ല റിസൾട്ട് തോന്നിയൊരു സംഭവമാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങളെ ഈ ഒരു ജനവാതിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓടിൻ്റെ വീടാണ്. അത് മാത്രമല്ല ചെറിയ ചെറിയ ജനവാതിലും ഐകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഭയങ്കര ടഫുള്ളൊരു സംഭവമാണ്. സാധാരണ ഇവിടെ നമ്മൾ ഒരാളെ വിളിക്കലായിരുന്നു പണ്ടൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ നോമ്പിനും ഈ ഒരു നോമ്പിനൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ദിവസം ഓരോ റൂമോ അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ ചെയ്താൽ വലിയ ഭാരം തോന്നൂല. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ആളെ വിളിക്കലായിരുന്നു. അപ്പം ഞാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാ നമ്മൾ കട്ടൻ ചായയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. നല്ല രീതിയിൽ അഴുക്ക് പോരും കേട്ടോ, ഷുവറാണ്.
അപ്പോൾ ഈ ഒരു ജനവാതിൽ കുറേ ആയിട്ടോ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട്, കാരണം ഇത് അത്ര തന്നെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ജനവാതിലായിരുന്നു. ഇവിടെ എൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ഈ ഒരു ജനവാതിൽ നല്ല അഴുക്കുണ്ട്. അത് നമുക്ക് ഈ ഒരു കട്ടൻ ചായ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് കാണാം. അപ്പം നമ്മൾ നനച്ചുള്ളിൻ്റെ 2ാം പാർട്ടാണ്. ഇനി 3, 4, 5 ആയിട്ട് ഇങ്ങനെ വരാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഇതെടുക്കുമ്പോൾ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം. ഓവർ വെള്ളത്തിലൂടെ നമ്മൾ തുടക്കരുത്, കാരണം അത് നമ്മൾ തറയിലും ഇവിടെയൊക്കെ വീഴാനൊരു ചാൻസ് ഉണ്ട്. ഓവറായാലും നമുക്കറിയാമല്ലോ കട്ടൻ ചായ അല്ലേ. അപ്പോൾ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിഴിഞ്ഞതിന് ശേഷം ഇതാ ഒന്നിങ്ങനെ നമ്മൾ എവിടെയാണോ എടുക്കുന്നത് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ ഓഫർ വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ ഷോർട്ടാക്കി ഇടാം കേട്ടോ. ഇന്നലെ ഞാനൊരു വീഡിയോ ഷോർട്ടാക്കി ഈവനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓർഗൻസ് ഷാളൊക്കെ വരുന്നൊരു പാർട്ടി വെയർ ആയിരുന്നു. വെറും 1500 രൂപക്കാണ് നമ്മളത് സെല് ചെയ്യുന്നത്. പിന്നെ യൂത്ത് ഫേസിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. ബൾക്കായിട്ട് ഇപ്പോൾ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഓർഡർ തരുന്നുണ്ട്. മാഷാ അല്ലാ. തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിത് ആ ജനവാതിലൊക്കെ ആ ഒരു ചായ കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കട്ടൻ ചായ കുടിക്കുക മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ കുറേ ടിപ്സും നമുക്ക് കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ജനവാതിലെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ജനവാതിലേ അല്ല, നല്ല മാറ്റമുണ്ട്. ഈ ഒരു തറയിലൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സംഭവം മാത്രം മതി, കട്ടൻ ചായ മതി. നമുക്ക് വേറെയുള്ള പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ പുതിയ കളക്ഷനാണ് ഈ വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ആയിട്ടുള്ള നമ്മൾ പെയർ ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റോറിലുള്ള എൻ്റെ സ്റ്റോർ ഇതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു റൂമാണ്. പിന്നെ എൻ്റെ ജീനും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഓരോ ഭാഗത്തേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഏകദേശം ഇവിടുന്ന് ഒരു 3-4 ചാക്ക് സാധനങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ജനവാതിലാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ജനവാതിലൊക്കെ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ക്ലീൻ ചെയ്തെടുത്ത് തന്നെയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് പൊടി വരുന്നതുകൊണ്ട് നല്ലൊരു അഴുക്കുണ്ട്. അപ്പോൾ ഇതും ഞാൻ ചായ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാബും പൊടിയോ സോപ്പ് പൊടിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വെറും കട്ടൻ ചായ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജനവാതിലും വാതിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ജനവാതിലൊക്കെ കുറേ വർഷം പഴക്കല്ലേ, നല്ല തുരുമ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഴുക്ക് എത്രത്തോളം പോയെന്ന് ചിലപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെല്ലാവരും നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുമല്ലോ. കാരണം നിങ്ങൾ ഈ ഒരു ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് അത്ര അഴുക്ക് പോയിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇത് പഴയ വീടായതുകൊണ്ട് തന്നെ പഴയ ജനാലും ഇതൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല തുരുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല ചെളി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു ചായ വെച്ചിട്ട് ഉരച്ച് കളയാട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലുള്ളത് പാൽ ചായ ഒന്നുമില്ല കേട്ടോ, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായയാണ്. അപ്പോൾ അതിൻ്റെ കളറ് ആകെ മാറിയിട്ടുണ്ടല്ലോ. ഇത്രയും ചെളിയാണ് നമ്മളെ ജനവാതിൽ നിന്നൊക്കെ പോന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിതാ താഴേന്ന് ഉമ്മ ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ട് തരുന്നുണ്ട്. ഞാനിതാ ഓരോ കട്ടൻ ചായ ഓരോ ജനവാതിലിന് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ജനവാതിലും ഇതൊന്നും കഴുകാറില്ലേ എന്നില്ലേ. പക്ഷെ നമ്മൾ ഇടയ്ക്ക് കഴുകുന്നതാണ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ പൊടി അധികം വരുന്ന മേലക്കാണല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അടുത്ത് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു എൻ്റെ ട്രിക്ക് കൊണ്ടാണ് ഇത്രയും അഴുക്ക് പോന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു തറയ്ക്കുന്ന നല്ല നീറ്റായിട്ട് നല്ല കളറ് വന്നിട്ടുണ്ടല്ലേ. നേരത്തെ ഞാൻ കാണിച്ചു തന്നപ്പോൾ നല്ല അഴുക്കായിരുന്നു. അപ്പം നമ്മളെ റൂമിൻ്റെ മുകളിൽ റാക്ക് ഉണ്ടായിരുന്നു. അവിടെ നമ്മളിതാ കുറേ സംഭവം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ പകുതി സംഭവം നമുക്ക് ആവശ്യമില്ലാത്തായിരിക്കും. പക്ഷെ നമുക്കൊരു സ്വഭാവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വീണ്ടും അത് ആവശ്യം വരും നേരിച്ചിട്ട് എടുത്ത് വെക്കും കേട്ടോ. നിങ്ങൾക്കാർക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറയണം. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓരോ ക്ലീനിങ്ങിലും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സാധനം നമുക്കത് ഒഴിവാക്കാനേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഓരോ ക്ലീനിങ്ങിലും വിചാരിക്കും ഇത് ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് പിന്നേക്ക് യൂസ് ചെയ്യാമെന്ന്. പക്ഷെ ആ ഒരു സംഭവം അടുത്ത ക്ലീനിങ്ങിൽ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കും. എനിക്ക് തോന്നുന്ന ഒരുവിധ ആൾക്കാരുടെ സ്വഭാവം. ഈ ഒരു ഷെൽഫ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. കച്ചറ സംഭവം അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, താഴെയുള്ളതൊക്കെ എനിക്ക് ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ. അപ്പം ഇത്രയും സംഭവമാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ ഈ ഒരു റേക്കും അതുപോലെ തന്നെ ഈ ഒരു ഷെൽഫൊക്കെ ഞാനിതാ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സംഭവം മാത്രം റാക്കിലും അതുപോലെ തന്നെ ഷെൽഫിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് ബോഡി ലോഷൻ, ബോഡി സ്പ്രേ, അങ്ങനത്തെ സംഭവമൊക്കെ. അതും പിന്നെ കുറേ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു ഷെൽഫിൽ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കിടക്കുന്ന റൂം ഇതാണ് കേട്ടോ. ചെറിയ റൂമാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറിയ റൂമാണ്, മുകളിലത്തെ റൂം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെസ്ക് എന്തിനാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ റൂം ആയതുകൊണ്ട് ചെറിയ കട്ടിലും ബെഡും നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ ക്രോസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ താഴെയും തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ ഞാൻ വന്ന ടൈമിലേക്ക് ഇവിടെ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഒഴിവാക്കിയതാട്ടോ. കാരണം കാർപ്പറ്റിനായിട്ടും അടിപൊളിയായിട്ടുള്ളത് ഇഷ്ടിക ഉണ്ട് ഇവിടെ പതിച്ചത്, നല്ല തണുപ്പാണ്. അപ്പോൾ അതാക്കിയതാണ്. ഞാൻ വന്ന ഉടനെയൊക്കെ ഇവിടെ കാർപ്പറ്റായിരുന്നു. ഞാനത് വന്നതിന് ശേഷം അതൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ടോട്ടലി ഈ റൂം ആകെ മാറ്റം വരുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇക്ക വരുമ്പോൾ അത്ഭുതപ്പെടും കേട്ടോ. കാരണം അത്രയും ചേഞ്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും വീട്ടുകാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ റൂമിലെ കുറേ കച്ചറ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിതാ വേസ്റ്റിലേക്ക് കൊണ്ടുപോയിടാനുള്ളതാണ്. അപ്പോൾ ആ ഒരു സെക്ഷനും ഈ ഒരു റൂമിൻ്റെ കുറേ ഭാഗവും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഈ ഒരു സംഭവം ഇതൊക്കെ ഷെൽഫൊന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചിടാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. ലാസ്റ്റാണ് ട്വിസ്റ്റ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യും, എവിടുന്ന് തുടങ്ങണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിൽ കുറേ നേരം ഇരുന്നു കേട്ടോ. കാരണം ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ മുൻപത്തെ ഭാഗത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഫുള്ളായിട്ട് ഞാൻ സാധനങ്ങൾ വലിച്ചിട്ടതായിരുന്നു. അപ്പോൾ ഏകദേശം ഇതാ തറഭാഗമൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കുറേ മുന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അത്രയും സംഭവം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഉമ്മ എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ നീ നന്നാക്കും, എവിടുന്ന് നീ തുടങ്ങുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഒരു ചാക്ക് ഉമ്മ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതാ രണ്ടാമത്തെ ചാക്ക് ഇത് എവിടേക്കും കയറ്റി അയക്കാനല്ലല്ലോ കേട്ടോ, ഇത് വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മിററും എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ഇവിടെ നിങ്ങൾ കണ്ടപ്പോൾ ആകെ അലങ്കോലമായിരുന്നല്ലേ. ഇപ്പോൾ ഇതാ നമ്മൾ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു വേറൊരു പ്രത്യേകത ഉണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴോ എല്ലാ ഫർണിച്ചറായാലും ഒരുവിധ സംഭവമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ കട്ടിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ പറ്റില്ല, കാരണം അത് ഈ ഒരു ലെവലിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ റൂമല്ല, കിടക്കുന്ന റൂമല്ല, അതിൻ്റെ ഉള്ളിലത്തേതാണ് കിടക്കുന്നത്. ഇവിടെ എൻ്റെ ഓൺലൈൻ സ്റ്റോർത്തതും എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഹാളാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കട്ടിലും ബെഡ് ഇട്ടിട്ട് ഉള്ളൂ. അപ്പം നമ്മൾ അൻഷിഫും ഫാമിലിയൊക്കെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സ്പേസ്. അവർ വിചാരിച്ച് ഇത് റൂമും അതിൻ്റെ തൊട്ടടുത്തുള്ള നമ്മൾ മെയിൻ ആയിട്ടുള്ള റൂം ടോയ്ലറ്റ് ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ക്ലോസ് ചെയ്തായിരുന്നു അവർ വന്ന ടൈമിൽ. അധികം ആൾക്കാർ ഞാനത് ചാരി വെക്കുമ്പോൾ വിചാരിക്കൽ അത് ടോയ്ലറ്റ് എന്നാണ്. കാരണം റൂമിൽ ഇത്രയും സ്പേസുള്ള റൂമിൽ ഒരു കുഞ്ഞു ഡോറ് കാണുമ്പോൾ വിചാരിക്കൽ സ്വാഭാവികമാണ്. അപ്പോൾ ഇതാ ബെഡിലും ബെഡ്ഷീറ്റും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ടോട്ടലി ഞാൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ റൂമും എൻ്റെ വീടൊക്കെ ഇഷ്ടമായില്ലെങ്കിലൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. നമ്മളെ വീട് ചെറിയ കുഞ്ഞു വീടാണ്. ഹോം ടൂറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, കുറേ ആൾക്ക് നല്ല അഭിപ്രായമായിരുന്നു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഓടിൻ്റെ വീടാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. മാക്സിമം നമ്മൾ ഓരോ വീഡിയോസും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഈ ഹാളിലുള്ള ഫാനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ കുറേ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല അഴുക്കുണ്ടായിരുന്നു. അത് ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്യലൊന്നുമില്ല. ഭയങ്കര സൗണ്ടാണ് കേട്ടോ, എനിക്ക് പേടിയാണ്. കടകടാന്ന് സൗണ്ട് എപ്പോഴാണ് തലേക്ക് വിചാരിച്ച് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നാലും ചെറിയ സ്പീഡിൽ ഇട്ടിട്ടൊക്കെയാണ് ഇവിടെ ഇരിക്കാറ്. അപ്പോൾ അത് കുറേ കാലം മുന്നത്തേതാണ്. പിന്നെന്താ നമ്മളെ റൂമിലുണ്ടായിന് കോസറ്റി, അതുപോലെ തന്നെ വലിയ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെയിലത്തിട്ടൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിലൊക്കെ നല്ല പൊടി ഉണ്ടാവില്ലേ. അലക്കാൻ എന്തായാലും ഞാനിപ്പോൾ അടുത്ത് അലക്കിയതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് തിരിച്ചു മറിച്ച് കുറച്ചേലും വെയിലൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നനച്ചുള്ളിൻ്റെ വീഡിയോസ് ഇട്ടപ്പം ഈ ഒരു ഭാഗം നന്നാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അത് ഈ ഒരു വീടിൻ്റെ മുൻഭാഗമായിരുന്നു ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ചെടിച്ചട്ടിയൊക്കെ വെച്ചുകൊണ്ട് നല്ല അഴുക്കും അതുപോലെ തന്നെ പൊടിയും
പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഈ ഒരു സൈഡിൽ. കാരണം ഡെയിലി വെള്ളം നനയ്ക്കുന്നതുകൊണ്ട് തന്നെ പുല്ലിനൊക്കെ നല്ല വളർച്ചയാണ് കേട്ടോ. കാരണം ഇത് അവർക്കും വെള്ളം കിട്ടുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് 8ൻ്റെ പണിയും കിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് ആ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ പൊടിയൊക്കെ അടിച്ചേരി എടുക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഹൈറ്റുള്ള ഒരാളെങ്ങനെ ഇത്രയും ചെറിയൊരു ചൂലെടുത്ത് അടിക്കുന്നതെന്നല്ലേ. അപ്പോൾ എനിക്ക് അടിച്ച് വരികയാണെങ്കിൽ ഇത്രയും നല്ല ചെറിയ കുറ്റിച്ചൂലെടുക്കുന്നതാണ് ഇഷ്ടം. എന്നാലെങ്കിലും നമ്മൾ മാക്സിമം കുമ്പിട്ട് അടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വലിയ ചൂലെടുത്ത് ഞാൻ മുറ്റടിക്കാറില്ല. ഏറ്റവും ചെറിയ കുറ്റിച്ചൂലുണ്ടെങ്കിൽ എനിക്ക് അതാട്ടോ ഇഷ്ടം. കാരണം നമുക്ക് കുമ്പിട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാം. എനിക്ക് കംഫർട്ട് തോന്നുന്ന ഒരു കുറ്റിച്ചൂലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള ആളാണ്. വലിയ ചൂലിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ മുൻഭാഗത്ത് നിന്ന് അടുക്കള ഭാഗത്തേക്ക് ഒരു സ്കൂള് പോലെ കൊണ്ടുപോയതാട്ടോ. ഒരു ഭാഗം ഉണ്ടാക്കിയിട്ട് പിന്നെ മറക്കേരിയൊക്കെ എടുത്തതാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്കൂള് പോലെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നോ. അപ്പൊ ഉപ്പ വയനാട്ടിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെ മാഷായിട്ട് HM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നെ നാട്ടിലായിരുന്നു കേട്ടോ. ഇവിടെ ഒരു സ്കൂളിലായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അറിയാം. മുഹമ്മദ് മാഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. അപ്പോൾ ഇക്കാൻ്റെ ചെടിഭ്രാന്ത് എല്ലാവർക്കും അറിയുന്നതല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുൾ ഇക്കാൻ്റെ ചെടിയാണ്. ഞാൻ എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കാടും പൊന്തിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചിട്ട് കൊടുക്കുക, എപ്പോഴും നനച്ചു കൊടുക്കുക. ആ ഒരു പരിപാടിയുള്ള ബാക്കിയെല്ലാം ഇക്കയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയിലൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ട്. അതൊക്കെ ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ചാനൽ എന്നും ഉച്ചയ്ക്ക് 12 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ വിട്ടുപോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗ് നിങ്ങൾ എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്.